ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സിമ്പിൾ ചിക്കൻ കറിയാണ്. ഓവർ മസാലാസ് ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് വെക്കുന്നൊരു ചിക്കൻ കറിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ചിക്കൻ കറി. നമ്മൾ ചോറിനോടൊത്തോ അപ്പത്തിനോടൊത്തോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് കടായി ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. കടായിയൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവോളയാണ്. മീഡിയം സൈസിലുള്ള 5 സവോള ഞാൻ വളരെ തിന്നി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലും സവോളയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ്. നല്ല പഴുത്ത 4 ടൊമാറ്റോ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 4 ടൊമാറ്റോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാടൊന്നും അങ്ങ് വഴറ്റി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നല്ല പോലെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ സവോളയും തക്കാളിയൊക്കെ ഒരു 10-15 മിനിറ്റ് നമ്മൾ നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-15 പീസ് വെളുത്തുള്ളി, അതായത് ഒരു വലിയ തുടം വെളുത്തുള്ളി, പിന്നെ ഒരു 6-7 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇത്രയും കൂടെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ല പച്ചമണമൊക്കെ നല്ല പോലെ മാറി വരണം. പിന്നെ ഞാൻ മിക്സർ വാഷ് ഔട്ട് ചെയ്ത കുറച്ച് വെള്ളം കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്ത് അതേ മിക്സർ വാഷ് ഔട്ട് ചെയ്ത് ലേശം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ പാനൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ നല്ല പോലെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയം ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ നല്ല പോലെ മാറി വരണം. അതുവരേക്കും ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാലയൊക്കെ നല്ല ഒരു പേസ്റ്റ് പോലെ ഒന്ന് ആയി വരണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആയി വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ചൂടുള്ള വെള്ളം, ഒരു 2-2.5 കപ്പ് ചൂടുള്ള വെള്ളം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു 1.5 കിലോ ചിക്കൻ പീസസാണ് ഉണ്ടായിരുന്നത്. ആ ചിക്കൻ പീസസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഇത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാല പൗഡറാണ്. നമുക്ക് സ്റ്റോർ ബോട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലയും കറിവേപ്പിലയാണ്. ഒരു കൈപ്പിടി നിറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് ശേഷം ഞാൻ അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. നമുക്കിനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി മുളക് പൊടിയൊക്കെയാണ് ചേർത്തിരുന്നത്. പിന്നെ നമ്മൾ മസാലയിൽ നേരത്തെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കുരുമുളക്. ഇപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു. ബൈ.